ഹായ് ഓൾ. നമ്മൾ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് സിമ്പിളായിട്ട് അധികം പൈസ ചിലവൊന്നുമില്ലാതെ ഒരു ഐറ്റം കാണിച്ചു തന്നാലോ? ഒരു വീട്ടിൽ നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നതാണ് ചോറ്. അപ്പോൾ നമുക്കിവിടെ ചോറല്ല ആവശ്യം, ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ ഇതൊരു നെറ്റ് വെച്ചിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു ചോറ് പോലും പെടരുത്, നമുക്ക് കഞ്ഞിവെള്ളം മാത്രമാണ് ആവശ്യം. അപ്പോൾ ഐറ്റം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം റൈസ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ കേക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റൈസ് പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ചോറ് വെന്ത് വരുമ്പോൾ കിട്ടുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് ഇത് ഈ ബൗളിലേക്കൊന്ന് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയൊരു കളറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ലീഫ് ഗ്രീൻ ആയിട്ട് എടുത്തത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ലീഫ് ഗ്രീൻ ഇതിലേക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ ഒരു കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അധികം കട്ടിയുള്ളതാവാനും പാടില്ല, കട്ടി കുറഞ്ഞതാവാനും പാടില്ല. ചൂടുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചോറ് ഉണ്ടാക്കി അപ്പം തന്നെയാണ് ഇത് കാണിക്കണത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് ചൂടുണ്ടായതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കട്ടിയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നല്ല കട്ടിയുള്ളത് കഞ്ഞിവെള്ളം ആവാനും പാടില്ല, കട്ടി കുറഞ്ഞ് നല്ല ലൂസായിട്ടുള്ള വെള്ളം ആവാനും പാടില്ല. ഇതിൻ്റെ ഒരു മിഡിലാണ് ഉണ്ടാവേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇനി ഒരു കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് കുഴിയായിട്ടുള്ള വെള്ളയപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ, അങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് എടുക്കണം കേട്ടോ. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ സ്റ്റിക്ക് തന്നെ എടുക്കണം. മറ്റുള്ള പാത്രത്തിലൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. എന്നിട്ട് അതൊന്ന് നമ്മളിതാ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കൈ തൊടുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് ഉണ്ടാവില്ലേ, ആ ഒരു ചൂട് മതി. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ആ കളർ മൊത്തം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലോണം കൂട്ടിയിടരുത്, ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഒരേ രീതിയിൽ തന്നെ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് നല്ല രീതിയിൽ തിളക്കരുത് കേട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അടി പിടിച്ച് പോകും. അപ്പോൾ നമ്മളത് ഒരു മീഡിയം ലെവലിൽ തന്നെ ഇടണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ച പോലെ ആയത്. അപ്പോൾ ഞാനതൊന്ന് പൊന്തിച്ച് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടില്ലേ, നല്ലോണം പതയൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂട് മതി. എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു അപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പാനിന് വീണ്ടും അവിടെ തന്നെ വെക്കുക. പാൻ അവിടെ തന്നെ വെക്കുമ്പോൾ സൈഡ് ഭാഗമൊക്കെ ഡ്രൈ ആയിട്ട് വരുന്നത് കണ്ടില്ലേ. അങ്ങനെ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഇതാ ഈ ഒരു ഇതിങ്ങനെ ഒന്ന് വീണ്ടും ചുറ്റി കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് ഒറ്റ പ്രാവശ്യം തന്നെ നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഓരോ ഘട്ടമായിട്ട് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ വീണ്ടും ചുറ്റി കൊടുത്ത് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ഇനിയും ഇതുപോലെ ആ ഒരു നമ്മുടെ കളറ് ഇനിയും ഉണ്ട് കേട്ടോ അതിൽ ചുറ്റി കൊടുക്കാനായിട്ട്. പക്ഷേ ആ സൈഡ് ഡ്രൈ ആവുന്ന നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതും വീണ്ടും ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമ വേണമെന്ന് പറയില്ലേ, എനിക്ക് കുറച്ച് ക്ഷമ കുറവായതുകൊണ്ട് ഈ ഒരു ചുറ്റിത്തിരിയൽ പരിപാടി എനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലെയിം അങ്ങോട്ട് കൂട്ടിയിട്ടു. അപ്പോൾ കൂട്ടിയിട്ടപ്പോൾ കണ്ടില്ല, ആ നടുഭാഗത്ത് കുറച്ചൊന്ന് ഹാർഡായി പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ഫ്ലെയിം നമ്മൾ ഒരേ രീതിയിൽ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ കണ്ടില്ലേ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോൾ ആ പൊന്തി വരുന്ന സമയത്ത് തന്നെ നമ്മളത് ഇളക്കി പറിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പിന്നെയും പറയുന്നതെന്ന് വിചാരിക്കരുത്. എനിക്കിത് പറ്റിയ ചില തെറ്റുകൾ ഞാൻ നിങ്ങൾക്കത് വരരുതെന്ന് വെച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലെ ഇളകി വന്നപ്പോൾ എനിക്ക് ആ ഒരു ക്ഷമയില്ലായ്മ കൊണ്ടും ധൃതി കൊണ്ടൊക്കെ ഞാനത് വേഗം ഇളക്കി പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അതൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിലൊന്ന് ഈ ഒരു ചൂടൊക്കെ തട്ടി അവിടെ നിന്ന് പൊന്തി സൈഡെല്ലാം പൊന്തി വരും. ആ ഒരു സമയത്ത് മാത്രം മെല്ലെ ഇതുപോലെ സ്പാച്ചിലോ എന്തെങ്കിലുമൊക്കെ നല്ല നൈസായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടൂളും മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും കറക്റ്റായി എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുത്തിട്ട് അത് പൊന്തിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല, സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ നമ്മളിത് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഇത് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടത് കൊണ്ട് കണ്ടില്ലേ, ആ ഒരു നടുഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ എന്നൊക്കെ വെറുതെ പറയുന്നത് പോലെ അല്ല കേട്ടോ, നമുക്കിത് ചെയ്ത് നോക്കി അറിയാം. വളരെ സിമ്പിളാണ്. മാത്രമല്ല ഒരു ചിലവ് നമുക്ക് വരുന്നില്ല. നമ്മൾ എന്തായാലും ഡെയിലി വയ്ക്കുന്ന ഒരു സംഭവമുള്ള ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കഞ്ഞിവെള്ളം മാത്രമാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഷേപ്പ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, ഇതുപോലെ സിസർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഗോൾഡൻ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ കേക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ അതിലെന്തായാലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ്. അതിൽ വെള്ളം ചേർത്തിട്ടൊന്നും ചെയ്യരുത്. ഞാനിത് ഡയറക്റ്റായിട്ടാണ് ചെയ്തത്. ആദ്യം ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്കി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുളിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വെറുതെ ഡസ്റ്റ് മാത്രം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാകുമ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ അത്ര സമയം നമുക്ക് വേണ്ടാന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ എന്തായാലും കമൻ്റായിട്ട് ഇടുക. കൂടെ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ.